ടിംബുക്തു 2012 കാലഘട്ടം മുതൽ നാളുകളോളം കറുത്ത പതാക പാറിയ ദിനങ്ങൾ നിന്നിരുന്ന നാട്. നാളുകളോളം ഇസ്ലാമിക് തീവ്രവാദ സംഘടനകളും ഫ്രഞ്ച് മാലി ഫോഴ്സുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്ന നാട്. ടിംബുക്തുവിലേക്കുള്ള യാത്ര തുടങ്ങിയത് ബമാക്കോയിൽ നിന്നാണ്. ബമാക്കോയിൽ നിന്ന് 10 മണിക്കൂറോളം ബസ്സിലിരുന്ന് ഞാൻ മൊപ്തിയിലെത്തി. പലരും വേണ്ട എന്ന് പറഞ്ഞപ്പോഴും ഇത് നിരസിക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞുള്ളൂ. മൊപ്തിയിൽ ബസ്സിൽ കിടന്നുറങ്ങി എണീറ്റ് ഞാൻ നേരെ ടിംബുക്തുവിലേക്കുള്ള ബോട്ട് തപ്പാൻ ഇറങ്ങിത്തിരിച്ചു. പോകുന്ന വഴിയിൽ എനിക്കെന്തേലും സംഭവിച്ചാൽ അതിനു വേണ്ടിയുള്ള ഭാവി പദ്ധതികൾ വരെ ഞാൻ തയ്യാറാക്കി ആ ബോട്ട് യാത്രയ്ക്ക് കൈകൊടുത്തു. ബോട്ടിൽ പലപ്പോഴും ശ്രദ്ധ കൊടുക്കാതിരിക്കാൻ പലപ്പോഴും ഒളിച്ചിരിക്കേണ്ടി വന്നു. കൊള്ളക്കാർ, എക്സ്ട്രീമിസ്റ്റ് എന്നിവരെയെല്ലാം ഒരുവിധം മറികടന്നു. 3 ദിവസത്തെ എൻ്റെ യാത്ര കഴിഞ്ഞാണ് ഞാൻ ടിംബുക്തു എത്തിയത്. ടിംബുക്തു ഇന്നത്തെ മാലിയിലെ ഒരു പ്രശസ്ത ചരിത്ര നഗരമാണ്. ഇത് 11ാം നൂറ്റാണ്ടിൽ തുവരാഗ് നൊമാഡികൾ സ്ഥാപിച്ചൊരു താൽക്കാലിക കുടിയേറ്റം ഇടമായിരുന്നു. 14ാം നൂറ്റാണ്ട് മുതൽ 16ാം നൂറ്റാണ്ട് വരെ ഇത് വാണിജ്യ മതനാന കേന്ദ്രമായി വളർന്നുപൊങ്ങുകയും മാലി സാമ്രാജ്യത്തിലും പിന്നീട് സോങ്ഹോയ് സാമ്രാജ്യത്തിലും പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തു. 14ാം നൂറ്റാണ്ടിൽ സഹാറ മരുഭൂമിയിലൂടെ നടക്കുന്ന സ്വർണം, ഉപ്പ്, അടിമക്കച്ചവടം, ഇസ്ലാമിക വിദ്യാഭ്യാസം എന്നിവയുടെ കേന്ദ്രമായി ടിംബുക്തു. ലോകപ്രസിദ്ധമായ സങ്കോറ സർവകലാശാല ഇവിടെയാണ് ഉണ്ടായിരുന്നത്. പല ആഫ്രിക്കൻ, മധ്യപൂർവാഞ്ചൽ രാജ്യങ്ങളിൽ നിന്നും പണ്ഡിതർ ഇവിടെ പഠിക്കാനെത്തിയിരുന്നു. 1591 മൊറോക്കൻ സേനാപതി ആക്രമണത്തിൽ ടിംബുക്തു മൊറോക്കോയുടെ നിയന്ത്രണത്തിൽ പ്രവേശിച്ചു. ഇതോടെ വാണിജ്യവും വിദ്യാഭ്യാസവും താഴ്ന്നു. 1894 ഫ്രഞ്ച് കൊളോണിയലിസ്റ്റുകൾ ടിംബുക്തുവിനെ കീഴടക്കി. ഇത് ഫ്രഞ്ച് സുഡാനിലെ ഒരു ഭാഗമായി മാറി. 1964 മാലി സ്വതന്ത്രം നേടി ടിംബുക്തു അതിന്റെ ഭാഗമായി. 2012 ഇസ്ലാമിക് തീവ്രവാദികൾ നഗരത്തെ പിടിച്ചടക്കി. ഇവിടത്തെ ചരിത്ര സ്മാരകങ്ങളും പ്രാചീന ഗ്രന്ഥങ്ങളും നശിപ്പിച്ചു. 2013 ഫ്രഞ്ച് മാലി സേനകൾ നഗരത്തെ മോചിപ്പിച്ചു. ഒരു കാലത്ത് അറിവിന്റെയും സമൃദ്ധിയുടെയും വിളക്കുമാടമായിരുന്ന ടിംബുക്തു യുദ്ധം, അടിമത്തം, നാശം, അവഗണന എന്നിവയെല്ലാം സഹിച്ചു. ഇരുണ്ട ഭൂതകാലം ഉണ്ടായിരുന്നിട്ടും ആഫ്രിക്കൻ പൈതൃകത്തിന്റെ പ്രതിരോധ ശേഷിയുടെ പ്രതീകമായി നഗരം തുടരുന്നു. എന്നിരുന്നാലും കാലാവസ്ഥ വ്യതിയാനം, തീവ്രവാദം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്നിവയുടെ ആധുനിക വെല്ലുവിളികളെ നേരിടുന്നതിനാൽ അതിന്റെ ഭാവി അനിശ്ചിതത്തിലാണ്. ഇന്ന് ടിംബുക്തു ആഫ്രിക്കൻ സാംസ്കാരിക പൈതൃകത്തിന്റെ ഒരു പ്രതീകമായി നിലനിൽക്കുന്നു. എല്ലാവർക്കും ഇന്ന് ഞാന് വെള്ളത്തിൽ കിടക്കോ പഠിച്ചവരെ. എല്ലാവർക്കും ടിംബുക്തുവിലേക്ക് സ്വാഗതം. അവസാനം ഞാൻ ടിംബുക്തുവിലെത്തി. അസ്സലാമു അലൈക്കും. കരയിലാക്കിത്താ കുട്ടാ. അല്ലാ പഠിച്ചവനെ. ഞാനങ്ങനെ ഈ കാണുന്ന ബോട്ടിലാണ്. മാർക്ക് ഞാനാണല്ലോ തള്ളി കൊടുക്കുന്നത്. ആ മോൻ മറിക്കുന്ന നാട്ടിലേക്ക്. അങ്ങനെ ടിംബുക്തുവിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് ആൾക്കാർ കണ്ടാൽ ചിലപ്പം പ്രശ്നമാവും. അറിയില്ല ഇവിടെ എങ്ങനെയാണ് എന്നെ തട്ടിക്കൊണ്ടു പോകുന്നോ. നമ്മുടെ കൊറിയുമേ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മുടെ ബോട്ട്. ഈ കാണുന്ന വന്നതാണ് നമ്മുടെ ബോട്ട്. 3 ദിവസം ഞാൻ ഈ ബോട്ടിൽ സഹിച്ച് ഒളിച്ചൊക്കെ ഇരുന്ന് വന്നു. ഇന്ന് ഞാൻ പുറലോകം എൻ്റെ ദേഹം കാണിക്കാൻ വേണ്ടി പോവുകയാണ്. അള്ളാഹ്ക്ക് അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ശബ്ദം കുറയ്ക്കാൻ തൽക്കാലം നമ്മൾ കറിയുമേ എന്ന് പറയുന്ന ഒരു വില്ലേജിലെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം ബൈ റോഡ് സഞ്ചരിച്ച് വേണം ടിംബുക്തു നഗരത്തിലെത്താനായിട്ട്. അങ്ങനെ അവസാനം ഞാനൊരു പെട്ടി ഓട്ടോയിൽ കയറിയിട്ട് പോവുകയാണ്. 2000-ന് ഞാൻ ടിംബുക്തു പോകാനായിട്ട് സമ്മതിച്ചു. അവർ 5000 പറഞ്ഞു.
മണി മണി Money, money. മണി മണി Money. മണി മണി. രണ്ട് മൂന്ന് സുരക്ഷാ സേനയുടെ ഇതൊക്കെ കടന്ന് ഞാൻ എങ്ങനെയോ എത്തിയിട്ടുണ്ട്. തിമ്പുത്കത്ത് ഇനിയും കുറച്ച് കിലോമീറ്റർ കൊണ്ടുണ്ട്. എല്ലായിടത്തും പൈസയാണ് കേട്ടോ. ഭാഗ്യത്തിന് ഈ പട്ടാളക്കാരന്മാരുടെ മുന്നിലൊക്കെ ഞാനും പയ്യെ മുഖം മറച്ച് ഇങ്ങനെ കുനിഞ്ഞിരുന്നു. ഭാഗ്യം അവർ ഒരു 100-200 മീറ്റർ മുമ്പേ ചെക്ക് പോയിന്റിലൊക്കെ തടഞ്ഞു നിർത്തിയിട്ട് പൈസ വയ്ക്കും. അപ്പം ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് മുന്നോട്ട് പോയിട്ട് പൈസ കൊടുത്തിട്ട് വരും. അങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. ഇവിടെ എല്ലായിടത്തും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. കുറേ പ്രശ്നങ്ങളുണ്ട് എല്ലായിടത്തും ഫെൻസും പട്ടാളക്കാരും എന്തൊക്കെയോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഞാനിവിടുത്തെ ഒരു പള്ളിയുടെ അടുത്തോട്ടായിട്ടാണ് വന്നത്. الحمد لله رب العالمين الرحمن الرحيم مالك الله أكبر الله أكبر الحمد لله رب العالمين الرحمن. പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്ന് അവർ പള്ളിയിൽ കയറ്റൂല എന്ന് പറഞ്ഞു. പള്ളിയിൽ കിടക്കാൻ സമ്മതിക്കില്ല. ഇവിടെ പട്ടാളക്കാരന്മാരടുത്തുള്ള അവരുടെ ഇതാണ്. അങ്ങനെ ആ പുള്ളിക്കാരെ എവിടെയോ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അറിയില്ല, നോക്കട്ടെ. പള്ളിയിൽ കിടത്താത്ത എൻ്റെ ബ്രോ മുഹമ്മദ് ബ്രോ അസ്സലാമലൈക്കും. മേഴ്സി ഇദ്ദേഹമാണ് കേട്ടോ. എന്നെ അവരുടെ ഫാമിലി ഹൗസിൽ എന്തോ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടത്താനുള്ള പ്ലാനാണ്. ഇവിടെ വന്ന ഉടനെ തന്നെ എനിക്ക് ഒരു ചെയറൊക്കെ തന്നു കേട്ടോ. ഇവിടെ പപ്പ എന്ന് പറയുന്ന വേറൊരു ബ്രോ ഉണ്ട്. പപ്പ ബ്രോ അസ്സലാമലൈക്കും. മേഴ്സി പൊക്കോ. ഏതാണ്ട് ഇവിടെ ചായയൊക്കെ ഉണ്ടാക്കണം കേട്ടോ. നല്ല ആളുകൾ കേട്ടോ. എന്നെ നേരെ പുള്ളിയുടെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. പുള്ളിയുടെ ചിരി കണ്ടില്ലേ. അവിടെ സുഡാനിയോളം നമ്മുടെ മൗറിട്ടാനിയക്കാരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അതേപോലത്തെ ചായയാണ് കേട്ടോ. ഇത് മണിക്കൂറോളം ഇവർ ഉണ്ടാക്കി ഇങ്ങനെ എന്നിട്ട് കുറച്ച് നേരം കുടിക്കാൻ വേണ്ടി മണിക്കൂർ ഉണ്ടാക്കുന്ന പ്രിപ്പറേഷനാണ് ഈ ഒരു ചായ. ഇവിടെ ഇവരുടെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, മറ്റേ തോബ ഡ്രസ്സാണ് കേട്ടോ. തോബല്ല, ഇവരുടെ സൗദിക്കാരൊക്കെ ഇടുന്ന ഡ്രസ്സ്. തിമ്പുത്കുവിലൂടെ രാത്രി ഇങ്ങനെ നടക്കുവാണ്. നമ്മുടെ ബ്രോൻ്റെ വീട്ടിൽ പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയാം. പുള്ളിയോടെ ഇങ്ങനെ നടക്കുവാണ്. എല്ലായിടത്തും മഞ്ഞ വെളിച്ചവും മോട്ടോർ ബൈക്കുകളുടെ ശബ്ദങ്ങളാണ്. അല്ലെങ്കിൽ ഭയങ്കര കൊയ്റ്റാണ് കേട്ടോ. ഫുള്ള് ലൈം സ്റ്റോൺ വെച്ചുണ്ടാക്കിയ ബിൽഡിങ്ങുകളൊക്കെയാണ്. ഞാൻ പകൽ എന്തായാലും കാണിച്ചു തരാം. രാത്രി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുന്നില്ല. എവിടെയോ ഫുട്ബോളിൻ്റെ സൗണ്ട് കേട്ട് വന്നതാണ്. ഞാൻ വന്നപ്പോൾ ഇവിടെ ടർഫാണ് കേട്ടോ. അയ്യോ, ടർഫിൽ എന്നെ കൊണ്ടുവന്ന് പുള്ളിക്കാരൻ കളി കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടർഫ്. വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ബ്രെഡും രാത്രി കഴിക്കാനായിട്ട് ഇവരുടെ തൈര് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ, അതും തന്നു. ഞാൻ തൽക്കാലം അത് കഴിച്ചിരുന്നത് രാത്രി ഭക്ഷണമാക്കാം. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് അതുകൊണ്ട് ഇങ്ങനെ കസേരയിൽ തിമ്പുത്കുവിൻ്റെ സ്ട്രീറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സ്വപ്നമാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. അത്രയ്ക്ക് വൈബ് കേട്ടോ. അത് ഞാൻ എവിടെയായിരിക്കുന്നത്, തിമ്പുത്കുവിൽ എവിടെയായിരിക്കുന്നത്, സ്ട്രീറ്റിൽ. ഇതിലും വലിയ സന്തോഷമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഇവിടെയാണ് കിടക്കാൻ വേണ്ടി പോകുന്നത്. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി മൊസ്കിറ്റോ നെറ്റൊക്കെ തയ്യാറാക്കണം കേട്ടോ വീട്ടിൻ്റെ പുറത്ത്. ഞാൻ പറഞ്ഞു വീട്ടിൻ്റെ പുറത്ത് അകത്ത് കിടക്കുന്നില്ല എന്ന് പറഞ്ഞു. മേഴ്സി എനിക്ക് വേണ്ടി ഈ കാണുന്ന സ്ഥലമൊക്കെ ഒരുക്കി തന്നു അവരുടെ വീട്ടിൻ്റെ പുറത്തായിട്ട്. രാവിലെ വെളുപ്പാകാലം 4 മണിയായി. ഞാനിവിടെ ഇന്ന് നോമ്പ് പിടിക്കാൻ വേണ്ടി ഞാൻ എണീറ്റിട്ടുണ്ട്. ഇവിടെ നല്ല കൈ കഴുകാൻ സ്ഥലമുണ്ടോ.
നമ്മൾ ഭക്ഷണത്തിൻ്റെ മുന്നിലേക്കാണ്. എന്നെ 4:30 ഇവിടെ ഉള്ള ആൾക്കാരെ വിളിച്ചിട്ട് ദാണ്ടെ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ്. റൈസും പിന്നെ അതെന്തോ മീറ്റാണ് കേട്ടോ. ഇവിടെ ആൾക്കാരെല്ലാവരും രാവിലെ നോമ്പൊടിക്കാൻ വേണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. ഇവരുടെ ഇടയത്താഴത്തിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതെന്താ? What is this, bro? This is like this traditional drink. Yeah, for the daytime is good. എന്തോ ഒരു ട്രഡീഷണൽ ഡ്രിങ്ക് ആണ്. കഴിച്ചു നോക്കാം. കണ്ടില്ലേ, 5 പേര് കൂടെ ചേർന്ന് ഒരു ചെറിയ പാത്രത്തിലുള്ള ഇത്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരാൾ ഇത്രയും കഴിക്കും. ഈ സാധനം കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ സേമിയം പായസത്തിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ്. ഞാൻ ഇടത്താരൊക്കെ കഴിച്ചിട്ട് ഞാനൊന്ന് വീണ്ടും കിടന്നു, വീണ്ടും എണീറ്റു. ഇദ്ദേഹമാണ് കേട്ടോ എന്നെ ഹോസ്റ്റ് ചെയ്തത്. മോർണിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ഹോസ്റ്റിംഗ്. ഡു യു വാണ്ട് ടു സേ എനിത്തിങ്? Yeah, so in Africa is like this, we help each other. You are Sham like me, you are Muslim like me, so it's free, huh? Must help you, and maybe I will meet you another way. Yeah. So the world is like this. Thank you so much. Thanks a lot. Okay. Thank you so much. പുള്ളിക്കാരൻ്റെ മകളൊക്കെയാണ് ഇവിടെയാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം കിടന്നത് അവർ ചോദിച്ചായിരുന്നു രാവിലെ എവിടെ കിടക്കുന്ന. നല്ല വീട് കേട്ടോ, നല്ല ഒരു അടിപൊളി. അത് വാഷ്റൂം, ആ കാണുന്നത് വാഷ്റൂം, പിന്നെ ഇവിടെ വേറൊരു റൂം. ഇതാണ് കേട്ടോ ഇവരുടെ കോമ്പൗണ്ട്. യു ഹാവ് എ നൈസ് ഹൗസ്. ദിസ് ഈസ് ഓൾ ടൈപ്പ് ഓഫ് Timbuktu house? No, there are different people build by mud. Some people build by cement, limestone. This limestone is cement mix. Somebody that by building by mud. 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 From this, the house from mud is because you would be busy, but every year is after rainy season must rebuild. Oh. So with the cement is comfortable. Yeah. പണ്ട് ആൾക്കാർ മഡ് കൊണ്ടാണ് വീടൊക്കെ നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ലൈംസ്റ്റോൺ, പിന്നെ ഇപ്പോൾ സിമെന്റ് ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോൾ അതാകുമ്പോൾ വീണ്ടും പണിയുണ്ട്. അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനൊന്ന് നിങ്ങൾക്ക് ടോപ്പിൽ പോയിട്ടൊന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ ടിംബുക്തുവിൻ്റെ ആകാശ കാഴ്ചകൾ കാണിച്ചു തരാം. ഇവിടെയാണല്ലോ വേസ്റ്റ് കൊണ്ടിടുന്നത്. പിന്നെ ഇവിടെ താണ്ട് നമ്മുടെ സോളാർ പാനലൊക്കെയാണ് ഈ ഒരു ഭാഗത്ത്. ഇതാണ് കേട്ടോ. സൂര്യൻ എണീറ്റതേ ഉള്ളൂ, അതുകൊണ്ടാണ് കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. ഈ കാണുന്ന ഇവരുടെ വീട് നമ്മൾ രാജസ്ഥാനിലെ ജയ്പൂരിലൊക്കെ എത്തിയ പോലത്തെ ഉള്ള ഒരു ഫീലാണ് കേട്ടോ ഇപ്പോൾ തോന്നുന്നത്. എന്താ ഓരോ വീടുകൾ. സൂര്യൻ അവിടെ എണീറ്റു. പിന്നെ ആ കാണുന്നത് ഫുൾ സിമൻറ്റ് കൊണ്ട് നിർമ്മിച്ച വീടുകളാണ്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ ഒരു മേൽക്കൂര വ്യൂ. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി കേട്ടോ. കറക്റ്റ് നമ്മൾ രാജസ്ഥാനിലൊക്കെ എത്തിയ ആ ഒരു ഫീല്, കറക്റ്റ് ഒരു മഡിൻ്റെ കളറ്. അപ്പോൾ എന്തായാലും നമുക്ക് തിമ്പുക്തുവിലെ സ്വാഗതം നമുക്കൊന്നുകൂടെ ഇവിടെ വെച്ച് പറയാം അല്ലേ. ഹലോ ഫ്രണ്ട്സ്, ചെക്കിൻ്റെ മാൻ്റെ പുതിയ എപ്പിസോഡിലെ തിമ്പുക്തു കാഴ്ചകൾക്ക് ഇവിടെ വെച്ച് ഞാൻ സ്വാഗതം പറയുവാണ്. അപ്പോൾ നമുക്ക് തിമ്പുക്തുവിനെ കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്ക് മൻസ മൂസ എന്ന് പറയുന്ന ഒരാളെ പരിചയപ്പെടാം. ആരാണ് മൻസ മൂസ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തിമ്പുക്തുവിലേക്ക് വരാം. മൻസ മൂസ 1280 1337 കാലഘട്ടത്തിലെ മാലി സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭരണാധികാരിയായിരുന്നു മൻസ മൂസ. 1312 സിംഹാസനമേറി പാശ്ചാത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ലോകത്തിന്റെ ഏറ്റവും സമ്പന്നനായ രാജാവായി മാറി. മാലി സാമ്രാജ്യം അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉൽപാദന കേന്ദ്രത്തിൽ ഒന്നായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഭരണം അസാധാരണമായ സാമ്പത്തികത്തിനോട് കൂടിയതായിരുന്നു. സഹാറ വ്യാപാര മാർഗങ്ങൾ നിയന്ത്രിച്ച് സ്വർണവും ഉപ്പും വിൽപ്പന ചെയ്തു. പശ്ചിമ ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്റ്റ്, അറേബ്യ, യൂറോപ്പ് വരെ വ്യാപാര ബന്ധങ്ങൾ സ്ഥാപിച്ചു. 1324 അദ്ദേഹം നടത്തിയ ഹജ്ജ് തീർത്ഥാടനം ലോകത്തെ ഞെട്ടിച്ച യാത്രയായി മാറിയിരുന്നു. 60,000 ആളുകൾ, 12,000 ഗോൾഡ് ബാറുകൾ, ശതകണക്കിന് ഒട്ടകങ്ങൾ എന്നിവയെ കൂടെ കൂടി. കെയ്റോ, മദീന, മക്ക എന്നിവിടങ്ങളിൽ അദ്ദേഹം സ്വർണ്ണ വിതരണം ചെയ്തു. ഈജിപ്റ്റ് വരെ സാമ്പത്തിക ചാഞ്ചാട്ടം അനുഭവപ്പെട്ടു. സ്വർണത്തിന്റെ മൂല്യം തകർന്നു. കെയ്റോയിലെ സ്വർണ്ണ വിപണി 10 വർഷത്തോളം തളർന്നിരുന്നു.
തിരിച്ചെത്തിയ മൻസാ മൂസ തിംബുക്തുവിനെ ആഗോള വിദ്യാഭ്യാസ ഇസ്ലാമിക പഠന കേന്ദ്രമായി മാറ്റിയിരുന്നു. സംഗോറ സർവകലാശാല ആഫ്രിക്കയിലെ പ്രശസ്തമായ അറബി പഠന കേന്ദ്രമായി ഉയർത്തി. മസ്ജിദുകൾ, ലൈബ്രറികൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു. പിന്നീട് 1337 മൻസാ മൂസ മരിച്ചു. അദ്ദേഹത്തിനു ശേഷം മാലി സാമ്രാജ്യം തളർന്നു. മൊറോക്കോയും യൂറോപ്യൻ ശക്തികളും പിന്നീട് ആഫ്രിക്കയിലെ സ്വർണ്ണ വ്യാപാരത്തിൽ നിയന്ത്രണം പിടിച്ചു. മൻസാ മൂസ ലോക ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ മനുഷ്യനെന്ന് കണക്കാക്കപ്പെടുന്നു. പാശ്ചാത്യ ലോകത്തിന്റെ ആഫ്രിക്കയുടെ സമ്പത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയാൻ ഇടയാക്കി. വിദ്യാഭ്യാസവും മതപരമായ വളർച്ചയും പ്രോത്സാഹിപ്പിച്ചു. തിംബുക്തുവിന്റെ സ്വർണ്ണയുഗത്തിന് അടിത്തറയിട്ടു. മൻസാ മൂസ ആഫ്രിക്കയുടെ ഏറ്റവും വ്യത്യസ്തവും ശക്തവുമായ ഭരണാധികാരികളിൽ ഒരാളായി മാറി. ഇന്ന് പോലും അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ കഥകളും തിംബുക്തുവിലെ പഠനത്തിന്റെ പൈതൃകവും ലോകത്തെ ആകർഷിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. ബൈ. ഞാനിങ്ങനെ പുറത്തോട്ട് ഇറങ്ങി, വീട്ടിന്റെ പുറത്തോട്ട്. ബ്രദർ, ക്യാൻ യു ഡു ദിസ് ഫോർ മീ? ഞാൻ പുള്ളിയെ കൊണ്ട് എൻ്റെ ഇത് തല കെട്ടിപ്പിക്കുകയാണ്. Can make it tight, otherwise it's go loose very fast. ഇവരുടെ ആക്ച്വലി മൗറിട്ടാനിയൻ സ്റ്റൈലും മാലി സ്റ്റൈലും വ്യത്യാസമാണ് കേട്ടോ. അതാണ് എനിക്ക് മൗറിട്ടാനിയൻ സ്റ്റൈലാണ് എനിക്ക് അറിയാമെന്നുള്ളത്. മാലി സ്റ്റൈൽ കുറച്ച് വ്യത്യാസം, കുഞ്ഞു വ്യത്യാസം. ഓക്കെ, അങ്ങനെ ഇവിടെ രാവിലെ നമ്മുടെ മാർക്കറ്റൊന്നും ഓപ്പൺ ആക്കിയിട്ടില്ല, എല്ലാം തുറന്നു വരുന്നതേ ഉള്ളൂ. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ മാർക്കറ്റ് ഏരിയകളാണ്. ഈ മാർക്കറ്റ് കണ്ടപ്പോൾ എനിക്ക് മൊസൂലിലെ ഒരു പഴയ മാർക്കറ്റ് പോലെയാണ് കേട്ടോ തോന്നിയത്. ഇതുപോലെയല്ല, മൊസൂലിൽ അത്യാവശ്യം നല്ല മാർക്കറ്റാണ്. ഭയങ്കര കാമാൻ കൊയറ്റാണ് കേട്ടോ. എല്ലായിടത്തും മണലും തല ഇതുപോലെ കെട്ടിയ ആൾക്കാരും. ഇവിടെ 2 വംശജരുണ്ട്, അതായത് അറബ് സമൂഹവും പിന്നെ ഇവിടുത്തെ കറുത്ത മാലി സമൂഹവും. ബ്രോ, I said now is Ramadan. The people don't wake up early. when they open the shop? So they start at 8, 9, 10 o'clock. Everybody's here. 8, 9, 10 മണിയൊക്കെ ആകുമ്പോഴേ ഇവർ കടകളൊക്കെ തുറക്കുള്ളൂ. നോമ്പായതുകൊണ്ട്, റമദാൻ മാസം ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നേരത്തെ തുറക്കേണ്ട ഷോപ്പുകളൊക്കെയാണ്. ഇവിടെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഇവിടെ 18 മണിക്കൂർ ഇലക്ട്രിസിറ്റി ഉണ്ടാവും. അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. നമ്മുടെ ബമാക്കോ പോലെയല്ല. ബമാക്കോയിലെന്ന് പറയുമ്പോൾ ആകെ ഇലക്ട്രിസിറ്റി പകുതിയൊക്കെ ഉള്ളൂ കേട്ടോ. ഇവിടെ 18 മണിക്കൂർ ഇലക്ട്രിസിറ്റി ഉണ്ട്. ആകെ 4-5 മണിക്കൂർ മാത്രമേ അവർ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇലക്ട്രിസിറ്റിക്ക് വലിയ ക്ഷാമമൊന്നുമില്ല കേട്ടോ തിംബുക്തുവിൽ. തിംബുക്തുവിലെ സ്ട്രീറ്റ് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അസ്സലാമലൈക്കും. രാവിലെ കുട്ടികളൊക്കെ സ്കൂളിലോട്ട് പോകുന്ന കാഴ്ചയാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട്. എല്ലായിടത്തും മണലാണ് സംഭവം. നടക്കാൻ നല്ലപോലെ പറ്റുന്നില്ല, എല്ലായിടത്തും മണലും. ഇവിടുത്തെ ഡോറ് കണ്ടില്ല, ഇതാണ് കേട്ടോ ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള ഡോറാണ്. ഇങ്ങനെയാണ് ഇവിടെ ഉള്ള വീടുകളിലെ ഡോറൊക്കെ വരുന്നത്. നല്ല രസമുണ്ട്. ഇവിടുത്തെ അതിപ്രധാനമായിട്ടുള്ള സംഗോർ മോസ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയിലോട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പുരാതനമായിട്ടുള്ള ഒരു പള്ളിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സംഗോർ എന്ന് പറയുന്ന മസ്ജിദ് ആക്ച്വലി പണ്ടത്തെ യുനെസ്കോയുടെ പട്ടികയിൽ വരുന്ന ഒരു വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് പണ്ടത്തെ സംഗോർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു പള്ളിയായിരുന്നു ഈ കാണുന്നത്. പണ്ടത്തെ മഡ് കൊണ്ട് പണ്ടത്തെ സുഡാനോ സഹേൽ രീതിയിലുള്ള പള്ളികളാണ് നിങ്ങൾക്ക് ധാരാളം ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ തിംബുക്തുവിലെ പ്രധാനപ്പെട്ട, ഇന്നലെ രാത്രി പോയില്ലേ അവിടെ ഞാൻ പോയി കാണിച്ചു തരാം. പിന്നെ നമ്മുടെ ജെന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രധാനപ്പെട്ട ഇത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഓരോ വർഷവും അവർ മഡ് കൊണ്ടുവന്ന് വീണ്ടും അത് വൃത്തിയാക്കും. അപ്പോൾ ആ ഒരു പള്ളിയുടെ ഭാഗമാണ് കേട്ടോ നമ്മുടെ സംഗോർ യൂണിവേഴ്സിറ്റിയുടെ. നമുക്കിപ്പോൾ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല, അവർ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ്.
In Timbuktu, they call them Hamanhu. There have two family who built. ഹമൻഹു എന്ന് പറയുന്ന ഒരു കുടുംബമാണ് കേട്ടോ. ഇവരുടെ കുടുംബ പേരിലൊക്കെ അറിയപ്പെടുന്നത്. അന്നത്തെ ഹമൻഹു എന്ന് പറഞ്ഞ ഒരു ഫാമിലിയാണ് ഇത് നിർമ്മിച്ചത്. 14ാം 15ാം നൂറ്റാണ്ടെന്നാണ് ഞാൻ കണ്ടത്. പക്ഷേ ഇവിടെ 1325 1433 കാലഘട്ടം കിടക്കുവാണ്. ഇവിടേക്ക് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ പോവുകയാണ് രാവിലെ. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. പക്ഷേ അവരിപ്പോൾ പള്ളി ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ഇതാ അടിപൊളി ഗേറ്റ് സംഭവങ്ങൾ, നല്ല രസമുണ്ട് കേട്ടോ. അന്നത്തെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും മദ്രസ ഉണ്ട്. ആ കാണുന്നത് മദ്രസയാണ്. അവിടെ ധാരാളം കുട്ടികൾ ഇരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അന്നത്തെ കാലത്തിൻ്റെ ഭാഗമായിട്ടുള്ള മദ്രസ ഇപ്പോഴും നിലനിൽക്കുകയാണ്. പക്ഷേ ഇപ്പം ഖുർആൻ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. വേറെ സ്കൂളുകളാണ് കേട്ടോ. പ്രത്യേകം നമ്മുടെ നാട്ടിലുള്ള സ്കൂൾ സിസ്റ്റമാണ് ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പണ്ട് ഇവിടെ ലോകത്തിലെ തന്നെ പഴക്കമുള്ള യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നത് നമ്മുടെ മൻസാമൂസ പണിത യൂണിവേഴ്സിറ്റി. പിന്നെ അദ്ദേഹം ലൈബ്രറി പണിതു. അദ്ദേഹമാണ് പിന്നെ നമ്മുടെ ഇന്നലെ രാത്രി പോയ ആ ഒരു പള്ളി പണിതത്. ഈ കാണുന്നത് ഇവിടുത്തെ രക്തസാക്ഷികൾക്ക് വേണ്ടിയുള്ള ഒരു മോണുമെൻ്റ് ആണ്. കറക്റ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയില്ല. ഇവിടെ എല്ലായിടത്തും ഇതുപോലുള്ള ചെറിയ പള്ളികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ ക്ഷാമം ഗ്യാസിനാണ് കേട്ടോ. ഇന്ധനത്തിനാണ് ഏറ്റവും വലിയ ക്ഷാമം. എന്താണ്ട് ആ പെട്ടിക്കടയിലൊക്കെ പെട്രോളാണ് കേട്ടോ വിൽക്കുന്നത്. ഇവിടെ മറ്റൊരു മോണുമെൻറ്റ്, കുറേ ഷേഖുമാരുടെയൊക്കെ പേരെഴുതി അവിടെ വെച്ചിരിക്കുന്ന ഒരു മോണുമെൻ്റാണ്. കറക്റ്റ് ഇതിനും ഒരർത്ഥവും കുന്തമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ ഷേഖുമാരുടെ പേര് മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു ഇതാണ്. കുറേ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് കേട്ടോ. എല്ലാവരും സ്കൂളിലോട്ട് രാവിലെ പോവുകയാണ്. ഞാനിവിടുത്തെ സിമെട്രി കാണിച്ചില്ല എന്ന് വേണ്ട, എന്തോ മൃഗത്തിൻ്റെ തോലാണ് ഈ കാണുന്നത്. ഇവിടുത്തെ ഒരു ജനറൽ സിമെട്രിയാണ്. അതായത് ഖബറൊക്കെയാണ് കേട്ടോ. ആളുകളുടെ ഖബറൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഓരോ ആൾക്കാർ ഓരോ ഇതൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. റിപ്പോസ് ഗായോ അങ്ങനെ കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ഡീറ്റെയിൽസ് സംഭവങ്ങളൊക്കെ എല്ലാം ഒരു ജയ്സൽമേർ മയമാണ് എനിക്ക് തോന്നുന്നത്. കറക്റ്റ് നമ്മുടെ രാജസ്ഥാനിൽ വന്ന പോലത്തെ ഒരു മയം. ഭയങ്കര കാമം പോയിട്ട് ഭയങ്കര നല്ല രസമുണ്ട് കേട്ടോ തിമ്പുക്കു. പല മാർക്കറ്റുകളും ഇങ്ങനെ ബന്ധായിട്ട് കിടക്കുവാണ്. ചില കടകളൊക്കെ അവർ ഓപ്പൺ ചെയ്ത് തുടങ്ങുന്നതേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിനെ ഞാൻ വിട്ടു. ഞാനന്ന് സ്വന്തമായിട്ട് ഒന്ന് ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോവാണ്. കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. തിമ്പുക്കുന്ന് ഇന്ന് വൈകിട്ട് വണ്ടി കിട്ടിയാൽ ഇന്ന് വൈകിട്ട് തന്നെ ഞാൻ പോകും കേട്ടോ. കാരണം 3 ദിവസം ഇനി ബോട്ട് ജേണി എനിക്ക് പോകാൻ സമയമില്ല. നെക്സ്റ്റ് ബുർക്കിന ഫാസോ ഒക്കെ പോകാനുള്ളതാണ്. മാത്രമല്ല പെട്ടെന്ന് 20 ദിവസത്തെ വിസയേ ഉള്ളൂ. ഏകദേശം 10 ദിവസം ആയെന്ന് തോന്നുന്നു. ഞാൻ ഓൾറെഡി ഇപ്പം മാലി Mohammed bro. This you come, you go to police, open the declaration with me. What security? Huh? Now? Translator. ഈ കാണുന്നതാണ് ഞാൻ അടുത്തൊരു സ്ഥലത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ തൊങ്കാള എന്ന് പറയുന്ന ഒരു ഫാമിലി തൊങ്കാള നിർമ്മിച്ച 1440 സീതി യഹിയ എന്ന് പറയുന്ന ഒരു പള്ളിക്ക് മുന്നിലാണ് നിൽക്കുന്നത്. സീതി യഹിയ എന്ന് പറഞ്ഞ പേര് വന്നതെന്ന് പറയുമ്പോൾ അതായത് മൻസ മുഹമ്മദ് രണ്ടാമനാണ് ഈ പള്ളി നിർമ്മിച്ചത്. എന്നിട്ട് അദ്ദേഹം ഇവിടുത്തെ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സെയിൻറ്റ്, ഒരു ഇസ്ലാമിക് സ്കോളറിൻ്റെ പേരായിട്ടുള്ള സീതി യഹിയ എന്ന് ഈ പള്ളിക്ക് പേരിട്ടു. അങ്ങനെയാണ് കേട്ടോ ആ പള്ളി സീതി യഹിയ എന്ന പേരിൽ പള്ളിയുടെ പേരായത്. അതുകൊണ്ട് അവിടെ ഒരു ചെറിയൊരു ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ കാണുന്നത് മദ്രസയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഈ കാണുന്നതാണ് നമ്മുടെ മോസ്കിൻ്റെ ഗേറ്റും സംഭവങ്ങളൊക്കെ ഈ കാണുന്നതാണ്. പിന്നെ അതാണ്ട് മദ്രസ അക്കൂബ് സിദി യഹിയ തുമ്പാത്കു എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പള്ളിക്ക് വേറൊരു ഇതുണ്ട്. ഇതിൻ്റെ മെയിൻ ഡോറുണ്ട്. മെയിൻ ഡോർ എന്ന് പറയുന്നത് അപ്പുറത്തെ വശത്താണ്. അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം പുള്ളി നേരത്തെ തന്നെ പറയുന്നുണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സുരക്ഷാ സേനയുടെ അവിടെ പോയിട്ട് നീ ഡിക്ലെയർ ചെയ്യണം, നീ ഇവിടെ വന്നിട്ടുണ്ട്, എന്നിട്ട് നിനക്ക് സെക്യൂരിറ്റി എടുക്കണം. അത് വലിയ പ്രശ്നങ്ങളിലാവും. കാരണം ഓൾറെഡി എൻ്റെ പാസ്പോർട്ടിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടൊന്നും വരരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട വലിയ പ്രശ്നമാണ്. മനസ്സിലായത്. ഒന്നാമത് ഇവിടുത്തെ പട്ടാളക്കാരന്മാർ പോലീസുകാരന്മാർ വലിയ പ്രശ്നമാണ്. അപ്പോൾ അവിടെ നിന്ന് അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ ഒരു മെയിൻ ഗേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ എൻഡ് ഓഫ് ദ ടൈം, അതായത് ലോകം അവസാനിക്കുമ്പോൾ മാത്രമേ ആ ഗേറ്റ് തുറക്കൂ എന്നാണ് പറയുന്നത്. പക്ഷേ 2012 ആയിരുന്നപ്പോൾ ഈ തിബുക്കു എന്ന് പറയുന്ന സ്ഥലം ഭീകരക്കാരന്മാർ പിടിച്ചെടുത്തു. ഭീകരം എന്ന് പറയുമ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് അവർ പിടിച്ചെടുത്തു. IS ഇസ്ലാമിക് സ്റ്റേറ്റ് പിടിച്ചെടുത്തപ്പോൾ അവർ ഫോഴ്സ്ഫുള്ളി ആ ഒരു ഡോറിനെ ഓപ്പൺ ചെയ്തു. അങ്ങനെ ഒരു ചരിത്രവും കൂടിയുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ. ഡോറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. പണ്ടത്തെ ഡോറാണ്.
ഞാൻ നമ്മുടെ ജിംഗ്രേബർ മോസ്കിലോട്ട് വന്നിട്ടുണ്ട്. മോസ്ക് ഇപ്പോൾ അടച്ചിട്ടേക്കുമാണ്. അതായത് 1325 കാലഘട്ടത്തിൽ നമ്മുടെ മൻസാ മൂസ ഉണ്ടാക്കിയ മോസ്കാണ്. ഏകദേശം 2000 പേർക്ക് നമസ്കരിക്കാൻ പറ്റും. പണ്ടത്തെ ക്ലേ ഒക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മോസ്കാണ് കേട്ടോ. അടിപൊളി മോസ്കാണ്. പള്ളിയോട് ചേർന്ന ഒരു നമ്മുടെ ഇവിടുത്തെ പണ്ടത്തെ ഒരു ലൈബ്രറിയിലോട്ടാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ മോസ്കിന്റെ ഫ്രണ്ട് ഭാഗം. അവിടെ ഒരു മിനാരമുണ്ട്, ഇവിടെ ഒരു മിനാരമുണ്ട്. ഞാൻ അവസാനം വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്, കസേരയിൽ ചൊറിയും കുത്തി. കാരണം ഇനി വണ്ടി പോകാനില്ല. ഇന്നലെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഇന്ന് രാവിലെ എന്തോ വെളുപ്പാലത്ത് 6 വണ്ടി ഉണ്ടായിരുന്നു, അത് പോയി. ഇനി ഇവിടെ നിന്ന് ഒരു വണ്ടിയും പോകാനും കിട്ടൂല. അപ്പം ഞാനിവിടെ സ്റ്റക്കാണ് തൽക്കാലം. ഇവിടെ വീട്ടിൽ വന്നു. എന്നിടയിൽ മറ്റേ പുള്ളിക്കാരൻ അവിടെ സുരക്ഷാ സേനയുടെ അവിടെ പോയിട്ട് ഇതെടുക്കണം അതെടുക്കണമെന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കുറേ പേടിപ്പിച്ചുകൊണ്ടിരുന്നു. അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നു. പുള്ളിക്കാരൻ എസ്കേപ്പായി. പിന്നെ ഈ വീട്ടിലെ പുള്ളി നല്ലതാണ് കേട്ടോ. രാവിലെ എൻ്റെ അവിടെ നടക്കാൻ വന്ന ഇവിടെ ആൾക്കാർ ഇവിടെയാണ് കേട്ടോ വെള്ളം എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരുന്നത്. ഈ വീട്ടിൽ വന്നിട്ടാണ് ഇവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ്. നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്. ബ്രോ ലുക്ക് ബ്രദർ യു ലുക്ക് നൈസ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. മാർക്കറ്റ് ഇവിടെ ആക്റ്റീവ് ആയല്ലോ നമ്മളിപ്പോൾ ആയപ്പോഴേക്കും. നമ്മൾ മാർക്കറ്റിലോട്ടാണ്. ഇറ്റ്സ് മിക്സ് ഹിയർ. ഇവിടെ അറബ്സ് ഉണ്ട്, തുവരാഗുണ്ട്, പിന്നെ കറുത്ത വർഗ്ഗക്കാരുണ്ട്. അവിടെ ഒരു ദുബായ് ബ്യൂട്ടിക്ക് ഉണ്ട്. നമ്മളൊരു മാർക്കറ്റ് ഏരിയ ആണ്, ഫുള്ള് തിരക്കും. ഇവിടെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് മാർക്കറ്റിലോട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ ഇവിടെ ജൂവലറികളൊക്കെ വിൽക്കുന്ന മാർക്കറ്റാണ്. ഇവിടെ ദാണ്ട് ഫോർഗെറോൺ തൂറാഗ് ആൾക്കാരുടെ ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ അവർ ലെതറിലൊക്കെ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. തല മറയ്ക്കുന്നു കേട്ടോ വീഡിയോ എടുത്തപ്പോൾ. അവിടെ ദാണ്ട് ഇങ്ങനെ ഒരച്ചൊരച്ചിട്ട് മോഡലുകൾ ഇങ്ങനെ വെക്കുകയാണ്. ഇവിടെ ദാണ്ട് അവർ ലെതർ വെച്ചിട്ട് എന്തോ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ. ലെതറിന്റെ ചെരുപ്പൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ലെതറിന്റെ കുറേ സാധനങ്ങൾ, ചെരുപ്പൊക്കെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട്. ഇവിടെ ബാഗുകൾ. നോ പ്രോബ്ലം. ഫോട്ടോ താങ്ക് യു. ഇവിടെ വേറൊരു സിൽവറിന്റെ കടയാണ്. ഇങ്ങനെ കുറേ കടകൾ താണ്ട് ഇങ്ങനെ ഓരോ കടകളായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ സിൽവറാണ് കേട്ടോ. അവർ താണ്ട് ഇവിടെ പണി കഴിഞ്ഞ് ഇവിടെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് അടിപൊളി സിൽവർ സാധനങ്ങളാണ്. മോതിരങ്ങള് കൊള്ളാം കേട്ടോ, സിൽവറിന്റെ സാധനങ്ങൾ. പണ്ടത്തെ ഒരു കാരവാൻ സറായി പോലുള്ള സെറ്റപ്പാണ് കേട്ടോ. അത് ഇവിടെ ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റിൻ്റെ മാർക്കറ്റാക്കി ഇങ്ങനെ മാറ്റിയിരിക്കുകയാണ്. ഓരോ കടകളും ഓരോ റൂമിലും ഓരോ സംഭവങ്ങളായിട്ട് ഇങ്ങനെ വിൽക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നോ പ്രോബ്ലം. ഇവിടെ ഞാൻ എല്ലായിടത്തും പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇവിടെ ഒരു ലെതറിൻ്റെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയ ചെരുപ്പുകളാണ്. ഞാൻ ചോദിച്ചപ്പോൾ അത്യാവശ്യം നല്ല പ്രൈസ് പറഞ്ഞു. ഇത് ക്യാമൽസിന് വേണ്ടിയാണോ? ഇതെല്ലാം വണ്ടിയുടെ കീച്ചൈന്, ഇവരുടെ പാത്രങ്ങൾ, ഇവരുടെ കയ്യിലിടുന്ന വളകൾ, തളകൾ, മാലകൾ, അതൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഓരോ ചെറിയതാണ്. ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റ് ഒന്നും വരില്ല. പിന്നെ സാധാരണ ആൾക്കാർ ഇവരുടെ ആവശ്യത്തിനൊക്കെ വാങ്ങുന്ന കാഴ്ചയാണ്. ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കണ്ടു. ഇവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ എന്തോ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് ഇവിടെ. ഇവിടെ ഫോർജ് ഇസ്ലാം എന്ന് പറയുന്ന വേറൊരു ഇത് കണ്ടു. പുള്ളിക്കാരൻ എന്നെ വിളിച്ച് കടയുടെ അകത്തോട്ട് കയറ്റി. ഇതെന്താണെന്നോ എനിക്ക് മനസ്സിലാവുന്നില്ല. പുള്ളിക്കാരൻ എന്തോ എടുക്കുവാണല്ലോ, കിഴിയോ. എന്താ സ്വർണ്ണമാണോ? എന്തോ അലുമിനിയം
ഇതിലുണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതാ പുള്ളിക്കാരൻ തുറന്ന് കാണിക്കുവാണ്. എല്ലാ മെറ്റൽസ് ഉണ്ടാക്കിയ എന്തോ സംഭവം. അതെന്താ കമ്മലാണോ? അടുത്ത വേറെ എന്തോ തുറക്കുവാണ്. എൻ്റെ അമ്മ, അടിപൊളി കത്തി കേട്ടോ. ഈ കത്തിയൊന്നും എനിക്ക് വാങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് കൊണ്ടുപോയായിരുന്നു. അടിപൊളി സാധനം കേട്ടോ, നല്ല അടിപൊളി കത്തികൾ, വേറെ ലെവല് കത്തി കേട്ടോ. ഇതെന്താ? സ്മോക്ക്. ഓ, പുകവലിക്കുന്ന സാധനമാണ്. ഓ, പുകവലിക്കാനുള്ള ഒരു സാധനം. തുവാരക് ലോക്ക്. തുവാരക് ആളുകളുടെ ലോക്കാണ്. തുവാരക് ആളുകൾ, ഇവരുടെ ഗോത്ര സമൂഹം ഉണ്ടല്ലോ, അവരുടെ ലോക്കാണ് സംഭവം. ഓ, ഇതുള്ളല്ലോ. ഇത് സംഭവം സാധനം, അടിപൊളി സാധനം. ഇങ്ങനെ വെച്ചാൽ അത് ലോക്കാവും. പൊളിക്കണമെങ്കിൽ ഈ കീ, ഇതുപോലത്തെ കീ വേണം. ഇതാണ് കേട്ടോ. പുള്ളിക്കാരൻ്റെ കയ്യിൽ എന്താണ്ടേ വളയൊക്കെ ഉണ്ട് കേട്ടോ. 10,000 രൂപ അടുപ്പിച്ച് തരും. സിൽവറിൻ്റെ ഇതാണ്. പിന്നെ അതാണ്ട് മോതിരങ്ങൾ. ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും ഇടുമെന്ന് തോന്നുന്നു. രാവിലെ വന്ന വഴികളാണ്. ഇപ്പം ആ വഴിയുടെ കാഴ്ച തന്നെ മാറി. ഫുള്ള് തിരക്കും തിക്കും. ഞാൻ നാളെ രാവിലത്തേക്ക് ബസ് എടുക്കാൻ വേണ്ടി വന്നതാണ്. 15,000 ആണ് കേട്ടോ ബസ്. 1,700-1,800 രൂപ അടുപ്പിച്ച് വരും. മാൻ, ഉച്ചയ്ക്കായപ്പോൾ രാവിലത്തെ സ്ഥിതിയിൽ നിന്ന് ഭയങ്കര മാറ്റം. ബസ് ടിക്കറ്റൊക്കെ ഞാൻ എടുത്തു. ഇനി നാളെയാണ് എൻ്റെ രാവിലത്തെ 5 മണിക്ക് എൻ്റെ വണ്ടി. അയ്യോ, ഞാൻ കുറേ നടന്നു കളഞ്ഞു. സത്യം പറഞ്ഞാൽ പല ആളുകൾക്കും തിമ്പുത്കു കാണണമെന്നുണ്ട്. എനിക്ക് പല തിമ്പുത്കു കാഴ്ചകളും നഗര കാഴ്ചകളും ഒന്നും കാണിക്കാൻ പറ്റുന്നില്ല, വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ പേടിച്ചാണ് എടുക്കുന്നത്. എല്ലായിടത്തും പട്ടാളക്കാരന്മാരും പോലീസുകാരന്മാരൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്, തോക്കും പിടിച്ചുകൊണ്ട്. വീഡിയോയും ചിത്രങ്ങളൊക്കെ എടുത്താൽ പണി കിട്ടും. ചിലപ്പോൾ അവന്മാർ പിടിച്ചുകൊണ്ട് പോകും, പിന്നെ ലാസ്റ്റ് എനിക്ക് പണി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമ വയ്ക്കുന്നു. തൽക്കാലം ഞാൻ എന്തായാലും ഇവിടെ വന്ന് അനുഭവങ്ങൾ കരസ്ഥമാക്കുവാണ്. അതിലൊരു സന്തോഷമുണ്ട്. പുള്ളിക്കാരൻ്റെ അടുത്ത് എനിക്ക് വലിയ നന്ദി. I want to say big thanks to you. Because of you I saw all this. Thank you so much. തിമ്പത്കു എന്ന് പറയുന്നത് ലൈബ്രറികളുടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള നാടാണ്. പക്ഷേ ഇപ്പോൾ ടൂറിസ്റ്റുകളൊന്നും വരാത്തതുകൊണ്ട് പല ലൈബ്രറികളും എല്ലാ ഇതും ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ്. അതുകൊണ്ട് ഒന്നും തന്നെ കാണാനില്ല. ഇവിടുത്തെ മ്യൂസിയം അടച്ചിട്ടൊക്കെയാണ്. കാരണം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന പരിപാടിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് തേരാപ്പാര ഇങ്ങനെ നടക്കാം എന്നുള്ളതല്ലാതെ. അസ്സലാമു അലൈക്കും. ഞാൻ ബ്രോൻ്റെ കൂടെ ബൈക്കിൽ ഒരു സഞ്ചാരം നടത്താൻ വേണ്ടി വന്നതാണ്. എന്ത് ചൂടുള്ളോ, സഹിക്കാൻ പറ്റുന്നില്ല. ചത്തോ കേട്ടോ. ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ മറ്റൊരു പള്ളിയുടെ മുന്നിലാണ്. ഇതും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു പള്ളിയാണ്. താണ്ടിലെ അടിപൊളി കേട്ടോ ഈ പള്ളിയാണ്. ഈ കാണുന്നതാണ് പള്ളി. ഹമദുള്ള എന്ന് പറയുന്ന എന്തോ ഒരു മോസ്കാണ്. ഇവരുടെ സഹേൽ സുഡാനീസ് സ്റ്റൈലിലുള്ള പള്ളിയാണ് കേട്ടോ. റമദാൻ ആയതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്ന ആൾക്കാരാണ്. ഞാൻ ജസ്റ്റ് പള്ളിയുടെ ഉൾഭാഗം ഒന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. താണ്ടിലെ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പള്ളിയുടെ ഉൾഭാഗം. പണ്ടത്തെ പള്ളിയാണ്. ഇതൊരു കാരവാൻ സറായി പോലെയാണ് കേട്ടോ. ഇത് എനിക്കൊന്ന് മദ്രസയും കൂടെ കൂട്ടി നിർമ്മിച്ചുള്ള ഒരു സംഭവമാണ്. ഈ കാണുന്നത് നമ്മുടെ മദ്രസയുടെ ഭാഗങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമല്ലേ പള്ളി? ഇതിനെക്കാട്ടി അടിപൊളിയാണ് കേട്ടോ നമ്മുടെ മറ്റേ വലിയ പള്ളി. അതിൻ്റെ അകം ഞാൻ പിന്നീട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ അടുത്തത് നമ്മുടെ പുള്ളിയുടെ സഹോദരൻ്റെ വീട്. പുള്ളിയുടെ കുറേ ഫാമിലി വീട്ടിൽ കൊണ്ടുപോയി. അതിലൊരു വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ ഉള്ള എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും ഇതുപോലെയാണ്. ഇങ്ങനെ ഉള്ളിലോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് നോക്കിയാൽ താഴോട്ട് കാണാമെന്നുള്ള രീതിയിലാണ്. എയറിൻ്റെ ഇതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ കാഴ്ചകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാണാൻ വേണ്ടിയുള്ള ജനാല സിസ്റ്റമാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് നോക്കിയാൽ നമുക്ക് അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇവിടെയുള്ള പല വീടുകളുടെ നിർമ്മാണം ശ്രദ്ധിച്ചോ. ഇതുപോലുള്ള ഒരു ഉയരം കൂടിയ മതിലുകളാണ്. അതിന് ഇതുപോലെ ഇവർ
ഇങ്ങനെ ഈ ഒരു ഭാഗത്തിന് ഇങ്ങനെ ഇത് വെക്കും കേട്ടോ, ബീം പോലത്തെ താണ്ട് അങ്ങനെ കുറേ ബീമുകൾ വെച്ചിട്ടാണ് ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. പുള്ളിക്കാരൻ എന്തോ വാങ്ങാൻ വേണ്ടി ഒരു വീട്ടിൽ വന്നതാണ്. ഈ വാതിലിൻ്റെ എല്ലാ സാധനവും ഇവർ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് കേട്ടോ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഇവരുണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ ജനലായാലും ഫുള്ള് ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അതായത് തടി ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും. ഹലോ, ഇതെൻ്റെ അമ്മ പുള്ളി കോഴി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഒരു വീട്ടിൽ 3 കോഴിയെ വാങ്ങിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓ ഇറ്റ്സ് ഹെവി. കോഴിയെ വാങ്ങിച്ചോണ്ട് വന്ന് എനിക്കൊന്ന് ഞാനുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കോഴിയൊക്കെ വാങ്ങിച്ചത്. ഇവർ വെള്ളമൊന്നും കൊടുക്കാതെയാണ് കേട്ടോ കൊന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വെള്ളമൊന്നും കൊടുക്കൂല എന്ന് പറഞ്ഞു. ദേദോ ഹൗ അറിയോ? ദേദോ നാണക്കാരിയാണ് കേട്ടോ. ഞാൻ കോഴിയൊക്കെ അറുത്തിട്ട് ഇതാ ഇവിടെ അവരുടെ ഹാളിൽ വന്ന് കിടക്കുവാണ് കേട്ടോ. നല്ല തളർച്ച. മഹീൻ, you forgot my name very fast. എൻ്റെ അവിടെ കുറേ നേരമായിട്ട് ഞാനിവിടെ കിടക്കുവാണ്. കുറേ നേരമായിട്ട് എന്തൊക്കെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ട് വരും, വീണ്ടും വന്ന് ചോദിക്കും. അതാണ് കേട്ടോ പണി. അവിടെ അവള് എന്തോ മാർക്കറ്റിൽ എന്തോ സാധനം കൊടുക്കാനെന്ന് തോന്നുന്നു കേട്ടോ. ജ്യൂസ് എന്തോ വിൽക്കാനോ അതിനെന്തിനോ പോകുന്ന കാഴ്ചയാണ്. കൊച്ചു മോളാണ് കേട്ടോ. അവളാണ് ഇവിടെ തൂക്കുന്നതും വൃത്തിയാക്കുന്നതും. ഭയങ്കര സ്മാർട്ടാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഇവളുടെ അമ്മ എൻ്റെ അടുത്ത് പറയുകയാണ് ബിസിനസ് ചെയ്യുവാണല്ലോ കേട്ടോ കൊച്ചുകുട്ടി. ഇവിടെ എല്ലാവരും ബിസിനസ്സാണ്, സ്പെഷ്യലി സ്ത്രീകൾ. കൊച്ചുകുട്ടിയൊന്നുമില്ല, ഏതൊരാളും ഒരു രൂപയുടെ സാധനം ഉണ്ടെങ്കിൽ 1.5 രൂപയ്ക്ക് വിറ്റ് പൈസ ഉണ്ടാക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ ഉള്ള ആൾക്കാരെന്ന് പറയാം ബിസിനസിൻ്റെ ഇത്. യുവർ ഡോട്ടർ വെൻ ഫോർ ബിസിനസ്. ആഫ്രിക്കയിലെ എല്ലാ ആൾക്കാരും ബിസിനസിൻ്റെ ഇതാണ് കേട്ടോ. അപ്പം നമ്മുടെ നോമ്പിന് വേണ്ടി ആൻറ്റി, ഓ എൻ്റെ അമ്മ, പുളിവെള്ളം, പുളി മുളക് ഇറ്റ്സ് വെരി സ്പൈസി. പിന്നെ അതിൽ പാലല്ല, ഇവരുടെ മോര് പോലത്തെ എന്തോ സാധനമാണ് കേട്ടോ. അതും കുറേ ഐസ് ഇട്ടിട്ടുണ്ട്. നോമ്പ് തുറക്കാൻ വേണ്ടി നാണ്ടെ ഇവിടെ ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലെന്തൊക്കെ അരിച്ചൊരിക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ഡേറ്റ്സ് ആണ്. കൊള്ളാലോ. ഇവിടുത്തെ നോമ്പുറപ്പിനുള്ള ഇതാണ് കേട്ടോ, ഒരുക്കങ്ങളാണ്. ഞാൻ തിമ്പുത്കൂലെ മാലിയിലെ എൻ്റെ ആദ്യത്തെ വീട്ടിലെ ഒരു നോമ്പുറാണ്. ഇന്ന് ആക്ച്വലി ഞാൻ പള്ളിയിൽ പോയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ആ പള്ളി കാണിച്ചു തന്നില്ല. പള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ജിംഗ്രബേൽ മോസ്ക്. ജിംഗ്രബേൽ എന്ന് പറയുമ്പോൾ മോസ്ക് എന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ ഭാഷയിൽ. ബേൽ എന്ന് പറയുമ്പോൾ വലുത്. അപ്പം വലിയ പള്ളി എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആ പള്ളി നമ്മുടെ മൻസാമൂസ പണിയെഴുപ്പിച്ചതാണ്. അദ്ദേഹം പണ്ട് ഒരു തീർത്ഥാടന മക്കയിൽ പിൽഗ്രിമേജ് ആയിട്ട് യാത്ര പോയി. അപ്പം ഇസ്ലാം മതത്തിൽ ഈ ചാരിറ്റി എന്ന് പറയുന്ന സംഭവം ഭയങ്കര പ്രസിദ്ധമാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ചാരിറ്റിയുടെ ഇത് കഴിച്ച് ഇദ്ദേഹത്തിൻ്റെ ധാരാളം ഗോൾഡ് ഉണ്ട്. ഇദ്ദേഹമായിരുന്നു ലോകത്തിലെ അന്നത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ. ലോകത്തിൽ ഇപ്പോൾ ഉള്ളതിലും ഏറ്റവും ഉണ്ടായിരുന്നതിലൊരു സമ്പന്നൻ അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹം പോണ വഴിയിൽ എല്ലാവർക്കും ഈ ഗോൾഡൊക്കെ വഴിയിൽ എല്ലാ ആളുകൾക്കും കൊടുത്തു. അങ്ങനെ ഗോൾഡിൻ്റെ വില ലോകമാനം അങ്ങ് ഇടിഞ്ഞു കേട്ടോ. ആ പോകുന്ന വഴിയെല്ലാം സ്വർണത്തിൻ്റെ വില അങ്ങ് ഇടിഞ്ഞു. അത് പിന്നെ ഒരു ഡെക്കേഡ് എടുത്തിട്ടാണ് ആ ഒരു ഇൻഫ്ലേഷൻ മാറാനായിട്ട് സാധിച്ചത്. അങ്ങനെ ഗോൾഡിൻ്റെ സ്വർണ്ണ വില ഇടിച്ച ഒരു ആളാണ്. ചാരിറ്റി കൊടുത്ത് ഗോൾഡിൻ്റെ വില കുറച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മോസ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പുകൾ കാണിച്ചു തരാം. നേരത്തെ ഞാൻ ഇന്നലെ രാത്രി പോയില്ലേ, ആ അന്നത്തെയാണ്. പിന്നീട് ഇന്ന് പകൽ കാണിക്കാൻ വേണ്ടി പോയിരുന്നപ്പോൾ പിന്നെ ചില സമയത്ത് ഈ പട്ടാളൊക്കെ അതിൻ്റെ അടുത്ത് ഞാൻ ആർമിയുടെ കേന്ദ്രമുണ്ട്. അവന്മാരും എല്ലാം പിടിച്ചാൽ എനിക്ക് പണി കിട്ടും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ സേഫ്റ്റി കൂടെ നോക്കണമല്ലോ. സേഫ്റ്റി അല്ല, പിന്നെ എനിക്ക് പ്രശ്നങ്ങളിലേക്ക് നേരിടാൻ വയ്യ. ഞാൻ എന്തായാലും ഇവിടം വരെ എത്തി. ഇവിടെ കുറേ കാഴ്ചകൾ കണ്ടു. ഇവിടെ ആളുകളോട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. അതിൽ തന്നെ വലിയ സന്തോഷം. അപ്പോൾ തിമ്പാത്കു ആണെങ്കിൽ നിങ്ങൾ തിമ്പാത്കുവിലോട്ട് വാ. എൻ്റെ വീഡിയോ മാത്രം കണ്ടിട്ട് വന്നാൽ പോരല്ലോ. അപ്പോൾ ഇവിടെ എല്ലാത്തിലും ഇവിടെ ഐസാണ് കേട്ടോ പ്രധാനം. ഇവർക്ക് തണുപ്പിടാത്ത ഒരു സാധനമില്ല. ഹലോ, ഞാൻ ചിരി പറഞ്ഞു. ഇവിടെ ഓരോ ആളുകളും നോമ്പുറക്കാനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ദാണ്ടെ പായൊക്കെ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ഓരോ പയ്യന്മാര് എന്തൊക്കെ തോളിലേറ്റി കൊണ്ടുപോകണമല്ലോ. തൊട്ടപ്പുറത്തെ വീട്ടിലെ
അവരുടെ ആട്ടിൻകുട്ടിയുടെ ഫാമാണ് കേട്ടോ, ആട്ടിൻകുട്ടിയുടെ വീടാണ്. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവരുടെ വീടുകളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ കണ്ടില്ലേ, ഇവിടെ എന്ന് പറയുമ്പോൾ തുവരാഗ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നൊമാഡിക് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അവരും അറബ്സിനെ പോലെ തന്നെയാണ്. അറബും തുവരാഗ് വംശജരും തൊരാഗ് എന്ന് പറഞ്ഞ വംശജരും ഒരുപോലെയാണ്. പക്ഷെ അവരുടെ കൾച്ചർ വ്യത്യാസമാണ്. ഒരേ സെയിം ആയിട്ടുള്ള കളറും ഒരേ തരത്തിലുള്ള ആളുകളാണ്. അവരുടെ കൾച്ചർ വ്യത്യാസമാണ്. ഇപ്പം മൊറോക്കോയിലെ അമസീഗ് ആളുകളും അറബ്സും വ്യത്യാസമല്ലേ, അതുപോലെയാണ് കേട്ടോ ഇവിടെയും സംഭവം. അപ്പോൾ തുവരാഗ് എന്ന് പറയുന്നത് സ്പെഷ്യലി അവർ ഗോൾഡ് ഡിഗേഴ്സ് ആണ്. ഗോൾഡ് അല്ല, സോറി, സോൾട്ട് ഡിഗേഴ്സ് ആണ്. ഇവർ ഈ മരുഭൂമിയിൽ നിന്ന് അങ്ങൊക്കെ നൊമാഡിക്കായിട്ട് അലഞ്ഞ ജീവിതം നയിച്ചിട്ട് അവിടെ നിന്നെല്ലാം സോൾട്ട്, ഈ ഒരു തിമ്പുത്കു എന്ന് പറഞ്ഞ സോൾട്ടിന്റെ നാടെന്നും കൂടിയാണ് അറിയപ്പെടുന്നത്. ധാരാളം ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പ് കൊണ്ടുവരുന്ന ആളുകൾ കൂടിയാണ് ഈ തുവരാഗ് എന്ന് പറയുന്നത്. അറബ്സ് കൂടുതലും സിറ്റിയിലാണ് താമസിക്കുന്നത്. തുവരാഗ് ഒരു 20-30 കിലോമീറ്റർ അകലെ ഇങ്ങനെ മാറിയിട്ട് അവിടെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ എന്താ കറുത്ത, വാട്ട് ഈസ് ദിസ് ബ്രോ? പുള്ളിക്കാരെ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തോ ഇതെന്ത് സാധനം, ഇവിടെ പലതരത്തിലുള്ള വേണ്ടേ, ഇവിടെ വേറെ ഒരു തരത്തിലുള്ള ജ്യൂസ്, ഇവിടെ വേണ്ടേ ലോ ഓ അത് കൊള്ളൂല. ഇതെന്ത് സാധനം എന്തോ കേട്ടോ, ഇതെന്തോ ഒരു ഹെർബ് പോലത്തെ സാധനമാണ്. അതിൻ്റെ ഒരു ഇതാണ്, ചൂട് വെള്ളത്തിൽ അവർ കലക്കി ഉണ്ടാക്കുന്നതാണ്. എന്താ ചൂടാണ് കേട്ടോ, വെള്ളം ചൂടാണ്. അതിലൊക്കെ അത് നിറയ്ക്കുക. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുത്തെ കിച്ചൺ കാണിച്ചില്ല എന്ന് വേണ്ട, ഈ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ. കണ്ടില്ലേ, അവിടെ എന്തൊക്കെ അവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചിക്കനാണോ, എന്തോ ചിക്കനോ എന്തോ മീറ്റ്. അവിടെ വേറെ എന്തോ കറി. എന്തോ ബ്രോ പറയുന്നുണ്ടോ, ഒന്നും മനസ്സിലാവുന്നില്ല. അവിടെ ചൂടുവെള്ളം. ഓക്കെ, അവിടെ ബ്രോ വന്നിട്ടുണ്ട് ഇവിടെ. Hi bro, how are you? I'm fine. Long time. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ കിടന്നപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് വർക്കിനെന്തോ പോയിട്ടതാണ്ട് ഇപ്പൊ വരുവാണ്. വൈകുന്നേരമായപ്പോ സമയമായി. ഇവിടെ ആൾക്കാരെല്ലാരും വന്നിട്ടുണ്ട്. നമ്മൾ പള്ളിയിൽ പോയി നമസ്കരിച്ച് കഴിഞ്ഞ് വന്നു. പള്ളിയിൽ ഇവിടെ ആളുകൾ നോമ്പുറക്കാൻ പോകുന്നത് പാവപ്പെട്ടവർ മാത്രമാണ് കേട്ടോ, പൂറായിട്ടുള്ള ആളുകൾ മാത്രമാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും പള്ളിയിൽ നോമ്പുറക്കാൻ പോകില്ല, അതുപോലെ ഇവിടെ പോയില്ല. മോര് പോലത്തെ വെള്ളമാണ് കേട്ടോ. ഇരുട്ടായപ്പോഴേക്കും ഇവിടുത്തെ അന്തരീക്ഷം ആകെ മാറി. ഇവിടെ നാണ്ട് നമ്മുടെ വൈക്കോലൊക്കെ ഇട്ട് വിൽക്കുവാണ്. വൈക്കോലല്ല, ഈ കഴുതകൾക്കും ഡൊമസ്റ്റിക് അനിമൽസിനൊക്കെ വേണ്ടിയുള്ള ഇതാ. ദ ലാസ്റ്റ് നൈറ്റ് ബ്രെഡ്, ഇന്നലെ രാത്രി കഴിച്ച ബ്രെഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് ബ്രെഡ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതിലാണ് കേട്ടോ അവരുടെ ബ്രെഡ് ഉണ്ടാക്കുന്നത്. തിമ്പുത്തു ബ്രെഡ്, തിമ്പുത്തു. ഓക്കെ, അതിനതാണ്ട അകത്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. തിമ്പുത്തു തിമ്പുത്തു ഗുരു, തിമ്പുത്തു തക്കുല എന്താ എനിക്ക് മനസ്സിലായില്ല. ഇവരുടെ വീടൊക്കെയാണ് കേട്ടോ ഇവിടെ. നല്ല രസമുണ്ടല്ലോ. നമ്മള് പള്ളിയിലൊക്കെ പോയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ പൊട്ടാറ്റോയും നമ്മുടെ ചിക്കനും. നമ്മുടെ ബ്രെഡൊക്കെയാണ് കേട്ടോ. അടിപൊളി ഫുഡ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ്, ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. ചിക്കനും ക്യാരറ്റും പൊട്ടാറ്റോയും എല്ലാം കൂടെ. ഗുഡ് ഫുഡ്. You like it? Well, you like it. You like it. Very good, very good. Very good, very nice. Yeah, very nice. ഇവരെന്തൊക്കെയാ തമാശയൊക്കെ പറഞ്ഞു ഇവിടെ കഴിച്ചോണ്ടിരിക്കുകയാണ്.
എന്നെ ഇടയ്ക്കിടയ്ക്ക് ഊക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല ഭക്ഷണം കേട്ടോ. ഞാൻ സത്യത്തിൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറേയൊക്കെ ലോക്കൽ ഭക്ഷണമൊക്കെ മാലിയിൽ വന്നിട്ടാണ് എനിക്ക് ഒന്ന് കൂടുതൽ കഴിച്ചതെന്ന് തോന്നുന്നു. വെള്ളങ്ങളായാലും കുറേ സാധനങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ആ ബോട്ടിൽ നിന്ന് കഴിച്ചു, കാരണം വേറെ ഭക്ഷണമൊന്നും കിട്ടാനില്ലല്ലോ. അപ്പം അതുകൊണ്ട് കഴിച്ചു പോയതാണ്. പക്ഷേ കുഴപ്പമില്ല, നല്ല ഭക്ഷണം കേട്ടോ, അടിപൊളി, നല്ല ടേസ്റ്റ്. ഇവിടെ എല്ലാവർക്കും ഐസ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇവൻ്റെ ജോലി ഉണ്ടല്ലേ, ഇവിടെ വെള്ളം നിറച്ചിട്ട് ഇത് ഫ്രീസറിൽ വെച്ചിട്ട് എന്നിട്ട് ഐസാക്കിയിട്ട് വിൽക്കും കേട്ടോ. ഇതാണ് ഇവൻ്റെ പണി. ഇവിടെ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളം ഇങ്ങനെ കട്ടിക്ക് കുടിക്കുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരി വരും. ഇവർക്ക് ഐസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ആഫ്രിക്കയിലെ ഏത് രാഷ്ട്രങ്ങളിൽ നോക്കിയാലും ഐസ് ഒരു പരിധി വരെ ഇവർക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ഞാൻ രാത്രി വന്നത് ഈ സമയത്താണ് കേട്ടോ ഇവരുടെ വീട്ടിൽ. അപ്പം നോക്കിയപ്പോൾ പുള്ളിക്കാരൻ പുറത്തിരുന്ന് ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു, കുടിച്ചുകൊണ്ടിരുന്നു. അതേ സ്ഥലത്ത് ഞാൻ വന്നതാണ്. ഇത് ഇവരുടെ ഡെയിലി ഉള്ള ഇതാണ്. ഇൻ്റർനെറ്റൊന്നും അവർ അങ്ങനെ അധികം ഉപയോഗിക്കില്ല കേട്ടോ. ഇവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന, ഈ പുള്ളിയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഇവരുടെ വിനോദം എന്ന് പറയുമ്പോൾ ഇതുപോലെ ചായ ഉണ്ടാക്കി അടുത്തേക്ക് കാര്യം പറഞ്ഞുകൊണ്ട് വേണ്ടേ ഒരു കപ്പ്, ചെറിയ കപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരു മണിക്കൂർ എടുക്കും. നമ്മുടെ ഹിന്ദി പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാനങ്ങനെ വീണ്ടും ഇതിന്റെ അടിയിലോട്ട് മോർണിംഗ് 5 o'clock, ദിമേ 5 o'clock, ദിമേ 5 o'clock with a go. ഓക്കെ, വിത്ത് യെസ്. എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നാളെ എപ്പം പോകും, എന്താണ് ഡീറ്റെയിൽസ് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. യു വേക്കപ്പ് മോർണിംഗ്, യു വേക്കപ്പ് മോർണിംഗ്. അപ്പോൾ എന്തായാലും ഞാൻ മൊസ്കിറ്റോ നെറ്റിൻ്റെ അടിയിൽ കയറി ഇനി ഞാനിവിടെ കിടക്കുവാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.